ആലുവ പൂക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നിട്ട് വെറും 300 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മളോട് നല്ല ഡിസ്റ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 6 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ പൂക്കാട്ടുപടി ടൗണിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 സെൻറ്റ് ലാൻഡിലായിട്ട് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പക്ക കൊളോണിയൽ ടൈപ്പ് ബോക്സി ടൈപ്പ് ഫ്യൂഷൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ലോവർ പാനലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ടൈപ്പ് സ്ട്രക്ചറും ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളെല്ലാം കൊടുത്തിട്ട് നല്ലൊരു GI ഫ്രെയിം വർക്ക് കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വില്ലയിലേക്കുള്ള ഇൻഡിവിജ്വൽ റോഡ് എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്റ്ററൊക്കെ കൊടുത്ത് 2-way സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് GI ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുന്ന ഒരു ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 18 അടിയോളം നീളം വരുന്ന ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റിൻ്റെ സൗകര്യങ്ങളാണ് വരുന്നത്. ഇനി കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് കോബ്ലർ സ്റ്റോണിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കവേർഡ് പോർച്ച് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് EV വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വൈഡ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഭിത്തിയിലായിട്ടൊരു സിമൻറ്റ് ടെക്സ്റ്ററിൻ്റെ വർക്കുകളും ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഈ ഭാഗത്തും വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് ഒരാൾക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള സൗകര്യം നമുക്ക് ആ ഭാഗത്തും ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനും പടിഞ്ഞാറ് ദർശനമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ഒരു G7 സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ചെറിയൊരു പ്ലാന്റിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇനി സിറ്റ് ഔട്ടിലായിട്ടും ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സൺഷെയ്ഡിലൊക്കെ ആയിട്ട് നമുക്ക് ലോവർ പാനലിങ്ങും LED സിലിണ്ടർ ലൈറ്റുകളും പ്ലാന്റ് ബോക്സുകളുടെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ മെയിൻ ഡോറിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 1.10 വീതിയിൽ വരുന്ന ഒരു തേക്കൂട്ടിൽ തീർത്ത മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പാളി ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഒരു കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് നല്ലൊരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി സീലിങ്ങിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ TV യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷെൽഫ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ഒരു വാൾപേപ്പറിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഭിത്തിയിലായിട്ടൊരു ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ഡൈനിങ്ങിലേക്കുള്ള പാസേജിലായിട്ടൊരു പാർട്ടീഷൻ വർക്കുകൾ വുഡൻ പാനലിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ എത്തുന്ന വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ഭിത്തിയിലായിട്ട് ഒരു ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അവർ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിങ്ങിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് പാനലിംഗ് വർക്ക് കൊടുത്തിട്ട് LED ലൈറ്റിങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ ഡൈനിങ് റൂമിലുള്ള വാഷിംഗ് ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്യൂബിൻ്റെ ഒരു ബ്ലാക്ക് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ഫാൻസി പില്ലർ കോക്ക് ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട്
മിററിൻ്റെ സൗകര്യങ്ങളും ലൈറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് ഇൻവെർട്ടറൊക്കെ വയ്ക്കാൻ പാകത്തിന് ഒരു ക്യാബിൻ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വരുന്നത്. 2 സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകൾ, സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ട് 2 വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഒരു ചിമ്മിണിയുടെ സൗകര്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലീക്കയുടെ ചിമ്മിണിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വടക്ക് ഭാഗത്തായിട്ടും 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങളും ഒരു മൾട്ടി സിങ്കിൻ്റെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിനായിട്ട് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രിഡ്ജൊക്കെ വയ്ക്കാനായിട്ട് ഈ ഭാഗത്ത് അത്യാവശ്യം സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സൈഡ് ടു സൈഡ് ഡോറൊക്കെ ആയിട്ട് വരുന്ന ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യം ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തെടുത്താൽ, കവർ ചെയ്തെടുത്താൽ ഭംഗിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ബിൽഡർ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഡോറുകളെല്ലാം തന്നെ തേക്കൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസാണ് വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി കബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടും 2 പാളി വിൻഡോ ഡോറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി തെക്ക് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇതിവിടെയായിട്ടാണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിഹൈൻഡിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീലിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളും താഴെയായിട്ടൊരു ഡ്രോയുടെ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പളിലുള്ള ഒരു ബാത്റൂം സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ക്ലോസറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും സെറയുടെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ്റെ സൗകര്യങ്ങളും ഈ ഭാഗത്തായിട്ട് ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്കായിട്ടാണ് നമ്മൾ എത്തുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. വാക്ക് വേലായിട്ട് G7 സ്ലാബ് 45 ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഒരു വിൻഡോയുടെ സൗകര്യം നമുക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളെല്ലാം ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഈ ഭാഗത്തായിട്ടും കിട്ടുന്നുണ്ട്. വുഡൻ ടോപ്പ് തന്നെയാണ് ഹാൻഡ് റെയിലിന് ഈ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്കുകൾ ഒരു ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളെല്ലാം ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭിത്തിയിലായിട്ട് ചെറിയ 2 മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങളെല്ലാം ഭംഗിയിൽ തന്നെയാണ് വരുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തേക്കൂട്ടിൽ തന്നെയാണ് ഇതിൻ്റെയും ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴത്തെ പോലെ തന്നെ തെക്ക് കിഴക്കേ മൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഭാഗത്തെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 പാളി വിൻഡോ കിഴക്ക് ഭാഗത്തായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വാൾപേപ്പറിൻ്റെ വർക്കുകളെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബെഡ് ലാമ്പിൻ്റെ സൗകര്യങ്ങൾ വയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ട് താഴെയോട്ടൊരു ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. താഴെ കണ്ടതുപോലെ തന്നെ സെയിം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ തന്നെ ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്.
അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് എത്തുന്നത്. ഇവിടെയും തേക്കൂട്ടിൽ തീർത്ത ഡോറ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡോർ തുറന്ന് എത്തിക്കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസാണ് വരുന്നത്. തെക്ക് ഭാഗത്തേക്കായിട്ട് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. വാൾപേപ്പറിൻ്റെ വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കബോർഡിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തേക്കാണ്. നല്ല രീതിയിൽ കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കബോർഡ് വർക്ക് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭിത്തിയിലായിട്ട് ഒരു ബാൽക്കണിയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണിയാണ്. ബെഡ്റൂമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്നുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ലൂവർ പാനലിങ് LED ലൈറ്റിങ്ങുകൾ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. മറ്റ് ബാത്റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വേറൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂം സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെറയുടെ തന്നെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ തന്നെയാണ് ഈ ബാത്റൂമിലും ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യവും ബിൽഡർ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. റൂഫ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൽ തന്നെ റൂഫ് ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയായിട്ടാണ് അത് കിട്ടുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. പ്ലഗ് പോയിന്റുകൾ വരുന്നുണ്ട്. ഡ്രൈനേജ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ടെറസിലേക്ക് പോകാനായിട്ടുള്ളൊരു സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടെറസിലേക്ക് കയറാനും ഇറങ്ങാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് എത്തുന്നത്. ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 2 ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിന് ലഭ്യമായിട്ടുള്ള. ഒന്ന് ബെഡ്റൂമിൽ നിന്നിട്ടും ഒന്ന് അപ്പർ ലിവിങ്ങിൽ നിന്നിട്ടും ഉള്ള ബാൽക്കണി സ്പേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്ക് വരുന്നുണ്ട്. ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നിട്ടുമുള്ള കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ലഭ്യമാണ്. ആലുവ പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നിട്ട് വെറും 300 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ നിന്നിട്ട് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. കൂടാതെ ആലുവ മെട്രോ സ്റ്റേഷൻ, എടപ്പള്ളി ലുലു മാൾ, കാക്കനാട് ഇൻഫോ പാർക്ക്, പുക്കാട്ടുപടി ജംഗ്ഷൻ എന്നിവിടങ്ങളിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 സെൻറ്റ് ലാൻഡിലായിട്ട് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇനി ഈ വീടിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 89 ലക്ഷം രൂപയാണ് വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.